ഹായ് ഹലോ പ്രിയ നമസ്കാരം. ഞാൻ ശ്രീ തിരുവഴിയോടാണ്. അപ്പോൾ ഒന്ന് സൺഡേ കാരണം ചെറിയൊരു പരിപാടിയുണ്ട്. വേറൊന്നുമില്ല, നമുക്കൊരു ആമ്പലക്കുളം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിൽ വേറെ 2-3 ആമ്പലക്കുളങ്ങളുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി കളറുള്ള ആമ്പലുകളാണ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള കനാലിൽ നിന്ന് നമുക്ക് ആമ്പലിൻ്റെ കിഴങ്ങ് നമുക്ക് കൊണ്ടുവരാം. അതെന്ത് കളറാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കളർ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ആമ്പൽക്കിഴങ്ങ് നമുക്ക് കനാലിൽ നിന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആമ്പൽക്കുളം സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നേരെ നമുക്ക് ആമ്പൽക്കുളം സെറ്റ് ചെയ്യുന്ന വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ആമ്പൽക്കുളം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് നമുക്ക് ചെയ്യേണ്ടത് വീട്ടിലത്തെ മണ്ണ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം മണ്ണ് നന്നായിട്ട് അതിലത്തെ കട്ടയും കരടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് മണ്ണിനെ നന്നായിട്ട് തരിയാക്കി എടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ മണ്ണിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഒരുപാട് കട്ടയും കരടിയും അപ്പോൾ കല്ലും മുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമ്മൾ വേർതിരിച്ചിട്ട് നമ്മൾ മണ്ണിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഈ മണ്ണിലാകും കൊണ്ട് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തെ മണ്ണായതുകൊണ്ട് നമുക്ക് എത്രത്തോളം റിസൾട്ട് നിന്ന് കിട്ടുന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു പരീക്ഷണം മാത്രമാണ്. പിന്നെ നമുക്ക് കിട്ടിയുള്ള ആമ്പലിൻ്റെ കിഴങ്ങ് എന്ത് കളറാണ്, ഏത് പൂവാണ് വിരിയാനുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. എന്ത് കളറുള്ള പൂവാണ് വിരിയാനുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ മണ്ണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് കട്ടയും തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ നീക്കം ചെയ്തെടുക്കുക. ശരിക്കും വേണ്ടത് നമ്മളെ ചളിയാണ്. നമ്മൾ ആമ്പലിന് അനുയോജ്യമായിട്ടുള്ളത് ചളിയാണ് ശരിക്കും അറിയാൻ പറ്റുക. ഏകദേശം നന്നായിട്ട് ക്ലീൻ ചെയ്തു. മണ്ണ് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇനി അടുത്തത് വേണ്ടത് ഇതുപോലത്തെ ഒരു തൊട്ടി നമ്മൾ എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത ഈ മണ്ണുകൾ നമ്മൾ അതിലേക്ക് ഇടുക. അത്യാവശ്യം നന്നായിട്ട് മണ്ണ് അതിലെന്തായാലും അടിഭാഗം മുതൽ ഒരു അത്യാവശ്യം നല്ലൊരു 2 ഇഞ്ച് ഭാഗത്തിൽ നമ്മൾ മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇനിയും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മൾ ചാണകപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ചാണകപ്പൊടി നമ്മൾ ഈ മണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണിനെ നന്നായിട്ട് ഉറപ്പിക്കുക. തൊട്ടിക്കുള്ളിൽ നന്നായിട്ട് മണ്ണിനെ നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുക. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു നടുവിലൊരു കുഴി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആമ്പലിൻ്റെ കിഴങ്ങ് നടാനുള്ളൊരു ചെറിയൊരു കുഴി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വേറെ ആമ്പലക്കുളങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെറൈറ്റി കളറായിട്ടുള്ളൊരു ആമ്പലക്കുളം തന്നെയാണ്. നമ്മൾ തൊട്ടിയിലാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കിടക്കുന്നത് നമ്മുടെ ആമ്പലിൻ്റെ കിഴങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആ കുഴിയിൽ നമുക്ക് ഈ ആമ്പലിൻ്റെ കിഴങ്ങിനെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ 4 പുറം മണ്ണ് ഇട്ടിട്ട് നന്നായിട്ട് മൂടുക. ആമ്പലിൻ്റെ കിഴങ്ങിനെ നന്നായിട്ട് മൂടുക.
മണ്ണെല്ലായിടത്തും എത്തുന്ന ഭാഗത്തിൽ നന്നായിട്ട് മൂടി വെക്കുക ആമ്പലിൻ്റെ കിഴങ്ങിന്. അതുപോലെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ ആമ്പൽ ഏത് കളറാണ് വിരിഞ്ഞിട്ടുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് വീഡിയോ വരുന്നത്. കുറച്ച് ലെങ്ത് ആയത് കാരണം നമുക്ക് വീഡിയോ എല്ലാം ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം നിറയ്ക്കുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. ഏകദേശം അതെല്ലാം ആമ്പലിൻ്റെ ആ ഒരു അയലഭാഗം മൂടൻ തരത്തിൽ നന്നായിട്ട് വെള്ളം ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ ചെറിയ ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചാണകത്തിൻ്റെ വേസ്റ്റാണ് ആ മുകളിൽ പൊന്തി കിടക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അത് അരിപ്പ വെച്ച് കളയത്. അപ്പോൾ കളയുന്ന വീഡിയോസ് ഉണ്ടാവില്ല. ഏകദേശം ഫുള്ള് വെള്ളം എന്തായാലും നിറയട്ടെ. അത് ഇല മൂടാൻ ഭാഗത്തിൽ എന്തായാലും വെള്ളം ഫുള്ളായിട്ട് നിറയണം. വേസ്റ്റെല്ലാം എടുത്ത് നമ്മൾ വെള്ളത്തിന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. ചാണകപ്പൊടിയുടെ വേസ്റ്റാണ് വാരി കിടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോസിൽ കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.